കോഴിക്കോട് വടകര മുക്കാളിയിൽ ദേശീയപാത ഉപരോധിച്ച നാട്ടുകാർ ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്താണ് പ്രതിഷേധം. ദേശീയപാത അധികൃതർ നൽകിയ വാക്ക് പാലിച്ചില്ല എന്നാരോപിച്ചാണ് റോഡ് ഉപരോധിച്ചത്. പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ മാറ്റി. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ ഈ പ്രതിഷേധം ന്യായമായൊരു കാര്യത്തിനാണ്. എന്തുറപ്പിന്മേലാണ് പ്രതിഷേധം പിൻവലിച്ചിട്ടുള്ളത്? അനുജ, നിലവിൽ പ്രതിഷേധക്കാരെ ഈ ദേശീയപാത ഉപരോധിക്കുന്നതിൽ നിന്ന് പോലീസ് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാരെ ഇവിടെ നിന്ന് ചോമ്പാല പോലീസ് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ദേശീയപാത അതോറിറ്റിയുടെ അധികൃതർ ഈ നാട്ടുകാരുമായി ഒരു ചർച്ച നടത്തും, വേണ്ട രീതിയിലുള്ള പ്രശ്നപരിഹാരം അവിടെ സാധ്യമാക്കുമെന്നുള്ള ഒരു ഉറപ്പിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഉപരോധം നിലവിൽ അവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ രാവിലെയാണ് ഈ ദേശീയപാതയിൽ മിത്തലെ മുക്കാളിയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സംരക്ഷണ ഭിത്തി തകർത്തുകൊണ്ട് റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. അപകടം ഒഴിവായത്, വലിയൊരു ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക് തന്നെ എന്ന് പറയാം. കാരണം ദേശീയപാതയാണ്, നിരന്തരം വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു പാതയുമാണ്. അപകടമുണ്ടായില്ല ഇന്നലെ എന്നുള്ളത് അത് ഒരു ഭാഗ്യം കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ഈ നാട്ടുകാർ പറയുന്നത് തങ്ങൾ നേരത്തെ തന്നെ ഇക്കാര്യം അധികൃതരുടെ മുന്നിൽ പെടുത്തിയതാണ്, ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നാണ്. അതോടെ ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 50ഓളം നാട്ടുകാർ ചേർന്ന് റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ ഗതാഗതം തടസ്സപ്പെട്ടു. ഏതാണ്ട് അരമണിക്കൂറോളം നേരം ഈ ദേശീയപാതയിൽ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ഈ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് പോലീസ് എത്തി മാറ്റിയിട്ടുണ്ട്. അനുജ, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.